ഓടും കുതിര ചാടും കുതിര നമ്മുടെ ഫഫ നായകനാകുന്ന അൽതാഫ് സലീം ഡയറക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഞണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേള എന്ന് പറയുന്ന സിനിമ 2017 ആണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഒരു വെള്ളപ്പൊക്കവും കൊറോണ വരെ വന്നിട്ട് പോയി. കുറേ നാൾക്ക് ശേഷമാണ് അദ്ദേഹം ഡയറക്ടറിൻ്റെ കുപ്പായത്തിൽ വരുന്നത്. സോ ആ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കതും കാണാം. പേര് തന്നെ ഒരു അഷിഖ് ഉസ്മാനാണ് പ്രൊഡക്ഷൻ, കല്യാണി പ്രിയദർശൻ. ഓക്കെ, ഓ കുതിര തന്നെ. ഓ അവിടെ ഒരു ഡയലോഗ് പറഞ്ഞതിനകത്ത് എനിക്ക് എന്തോ ഒരു റൊമാൻസ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്നും പോകുന്നു. ലാൽ സാറിൻ്റെ മാസ്മരിക സൗണ്ട്. ദിസ് ഓണം, ഓണത്തിന് സാന്റാക്ലോസ് കൊള്ളാം. ഓ, വിനയ് ഫോർട്ട് ഒരു പ്രധാന ഇതാണ്. എല്ലാവരും ഉണ്ടല്ലോ. അത് കൊള്ളാം. ഓ, ഓടും കുതിര ചാടും കുതിര കൊള്ളാം. കട്ട്സ് നല്ല രസമുണ്ട് കുറേ. ഓ റണ്ണറപ്പായ കുതിര കൊള്ളാം കൊള്ളാം. ഒരു അൽത്താഫിൻ്റെ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ്. അതിനകത്ത് ഭയങ്കര സീരിയസ് ഒരു സബ്ജക്റ്റാണ്. നോർമലി എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രാജിക് സിനിമയൊക്കെ മാറേണ്ട ഒരു സിനിമയാണ് പുള്ളി. അത് അൽത്താഫ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു നമുക്കെല്ലാം കണ്ടിരിക്കാൻ പറ്റും, എന്നാൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നതും. സോ ഇതിനകത്തെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം ആയിരിക്കില്ല, ബട്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ആയിരിക്കും എന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ കൺഫേം ആയിട്ട് പറയാം. ഒരു കല്യാണത്തിന് കൊണ്ടുവരുന്ന കുതിര, അതായിരിക്കണം അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൊമാൻസ് ആയിട്ട് കോമഡി, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി തന്നെ ആയിരിക്കും. ഒരു ഫാഫായയുടെ ഒരു കോമിക് സെറ്റപ്പ് ഉള്ള പടങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ അൽത്താഫിൻ്റെ ഒരു വേൾഡിലേക്ക് ഫഫ വരുമ്പോൾ ഉള്ള ഒരു ഇതാണ്. സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു പേര് ഭയങ്കരമായിട്ട് എന്നെ കൊള്ളാലോ, ഒരു വെറൈറ്റി പേരാണല്ലോ എന്ന് തോന്നിയായിരുന്നു. സോ അതിനെ ബേസ് ചെയ്ത് എനിക്ക് ഈ ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, ജസ്റ്റിനാന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ലോഡ് കാസ്റ്റ് ഉണ്ട്. കല്യാണി പ്രിയദർശൻ ഉണ്ട്, ലാൽ സാറുണ്ട്, നമ്മുടെ വിനയ് ഫോർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സോ ഒരു കിടിലൻ ഓണത്തിന് അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറേ സിനിമകളുണ്ട്. കല്യാണിയുടെ തന്നെ അല്ലല്ലോ ലോക എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പോൾ ഒരു ക്ലാഷൊക്കെ വരുമ്പോൾ സെയിം ആക്ടറിൻ്റെ തന്നെ അങ്ങോട്ട് ഒരു ഡിഫറെൻറ്റ് പടങ്ങൾ വരുന്നു. നല്ലൊരു പടം. ഒരു ഓണത്തിന് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ണായിരിക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അൽത്താഫിൻ്റെ സിനിമയാണ്, നമ്മളത് പ്രതീക്ഷിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫണ്ണായിരിക്കും. എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ട്രെയിലർ എന്ന് പറയുന്ന ഒരു ഫൺ ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. എസ്പെഷ്യലി കട്ട്സ്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു, കട്ട്സ് അടിപൊളിയാണ്. സോ നല്ലൊരു കിടിലൻ സിനിമ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.